അന്ന് ഇബ്രാഹിം നബിയുടെ കത്തിക്ക് മൂർച്ചയുണ്ടായിരുന്നെങ്കിൽ, അന്ന് ഇസ്മായിൽ നബി എന്ന് പറയുന്ന പാവപ്പെട്ട പൊന്നുമോന്റെ കഴുത്തിന്റെ തോല് ഉരിക്കപ്പെടുകയും അറുക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ, ആ ഒരു നിയമം മുസ്ലിം സമുദായത്തിന്റെ ആചാരമായി സുന്നത്തായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏതെങ്കിലും നിലയിൽ ഈ ലോകത്ത് ഒരു വലിയ നിയമമാക്കി അല്ലാഹു തആല കൊണ്ടുവന്നിരുന്നുവെങ്കിൽ, ആ നിയമത്തെ കളങ്കമില്ലാത്ത നിലയിൽ പ്രവാചകനും പ്രബോധകനും പ്രഭാഷകനുമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട സമുദായത്തെ പ്രേരിപ്പിച്ചുകൊണ്ട് ബലി കൊടുക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചിരുന്നുവെങ്കിൽ, നമ്മൾ എത്ര പേരുണ്ടാകുമായിരുന്നു സ്വന്തം മക്കളെ ബലി കൊടുക്കാൻ? ആലോചിച്ച് നോക്കിയേ. 10,000 രൂപ ഷെയർ ചേർന്നിട്ട് പൊള്ളാച്ചിന്ന് കൊണ്ടുവരുന്ന പോത്തിനെ കൊടുക്കാൻ നമുക്ക് തയ്യാറല്ല. പിന്നെയാണോ സ്വന്തം ഭാര്യയുടെ ഗർഭാത്രത്തിൽ പിറന്ന ഒരു കുട്ടിയെ നമ്മൾ കൊടുക്കുക? ആലോചിച്ച് നോക്കി. അവിടെയാണ് നമ്മുടെ ഈമാന്റെ പരിശോധന.